LIC Agents Organization of India CA2 ജില്ലാ കൺവെൻഷൻ നടന്നു. CA2 ജില്ലാ ജോയിന്റ് സെക്രട്ടറി TM ജോൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ കൺവെൻഷൻ കാലയളവ് വരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൺവെൻഷൻ വിശദമായി ചർച്ച ചെയ്തു. മേഖല നേരിടുന്ന പ്രതിസന്ധികളും അവ തരണം ചെയ്യുവാൻ ആവശ്യമായ ഇടപെടലുകളും നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് കൺവെൻഷൻ വിലയിരുത്തി. കേന്ദ്ര സർക്കാർ മേഖലയെ തകർക്കുന്ന സമീപനങ്ങളാണ് തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ജനപക്ഷമായ നടപടികളാണ് കൈക്കൊള്ളുന്നതെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CA2 ജില്ലാ ജോയിന്റ് സെക്രട്ടറി TM ജോൺ പറഞ്ഞു. അങ്ങോട്ട് സഞ്ചരിച്ചാലും 3 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു LP സ്കൂളുണ്ട്. കുട്ടിക്ക് നടന്നു പോകാൻ ദൂരത്തിൽ LP സ്കൂൾ, 5 കിലോമീറ്റർ ചുറ്റളവിൽ UP സ്കൂൾ, ഹൈസ്കൂൾ, ഒരു ജില്ലയിൽ 3-4 കോളേജ്. അവിടെ പഠിക്കാനെത്തുന്ന കുട്ടികൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം. കോളേജ് NSSന്റെ ആകട്ടെ, SNDP ആകട്ടെ, ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആകട്ടെ, സർക്കാരാകട്ടെ അധ്യാപക ശമ്പളം സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കും. പഠിക്കാനെത്തുന്ന കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കും. പഠിക്കാനെത്തുന്ന കുട്ടികൾക്ക് 8ാം ക്ലാസ് വരെ സൗജന്യ പാഠപുസ്തകം കൊടുക്കും, സൗജന്യ യൂണിഫോം കൊടുക്കും. അടിസ്ഥാന സൗകര്യം തുടങ്ങി പഠിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി പഠിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഈ 99.98% വിദ്യാഭ്യാസം. ഡിവിഷൻ സെക്രട്ടറി CK ലതീഷ് അധ്യക്ഷനായിരുന്നു. രാജു അച്യുതൻ സ്വാഗതം പറഞ്ഞു. LIC A1 സൗത്ത് സോൺ വൈസ് പ്രസിഡന്റ് മാത്യു കാരവേലി, ഡിവിഷൻ പ്രസിഡന്റ് S സനൽകുമാർ, NR സ്മിതമോൾ എന്നിവർ സംസാരിച്ചു. പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി NR സ്മിതമോളെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റ് K സുനിൽകുമാർ, സെക്രട്ടറി രാജു അച്യുതൻ, ട്രഷററായി CP ഷാജി, ജോയിന്റ് സെക്രട്ടറി KR രാജശേഖരൻ നായർ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.